രാജസ്ഥാനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വസുന്ധര രാജയുടെ നിലപാട് മാറ്റമാണ് എന്നതിൽ സംശയമില്ല. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും 2 തവണ മുഖ്യമന്ത്രിയുമായ വ്യക്തിയാണ് വസുന്ധര രാജ. അവർ കോൺഗ്രസിനോട് അടുക്കുന്നുവെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നത് ബി.ജെ.പിക്കുള്ളിൽ തന്നെ വലിയൊരു അലയൊലിയാണ് സൃഷ്ടിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക പാർട്ടി മാറൽ പ്രഖ്യാപനമായി മാറിയിട്ടില്ലെങ്കിലും അവരുടെ ചില നീക്കങ്ങളും അതുപോലെ തന്നെ മൗനവും അത് ഒരുപോലെ വായിക്കുന്നവർക്ക് ഇത് രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വസുന്ധര രാജെ ബി.ജെ.പിയിൽ ഒരു സാധാരണ നേതാവല്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മുതൽ രാജസ്ഥാനിലെ ബി.ജെ.പി രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് വസുന്ധര രാജ. എന്നാൽ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ വസുന്ധരയും തമ്മിൽ അകലം അതൊരു രാഷ്ട്രീയ രഹസ്യമല്ല. 2018 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുതൽ തന്നെ അവരെ സൈഡ് ലൈനിൽ നിർത്തുവാനുള്ള നീക്കങ്ങൾ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതായി ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പോലും വസുന്ധരയുടെ പേരിനെ ഒഴിവാക്കിയത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വസുന്ധര രാജെ കോൺഗ്രസിലേക്ക് കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന ചർച്ചകൾക്കൊപ്പം തന്നെ അതിലും അതീവ ഗൗരവമുള്ള മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ബി.ജെ.പിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. വസുന്ധരയോടൊപ്പം നിൽക്കുന്ന എം.എൽ.എമാർ, ആ എം.എൽ.എമാരുടെയും അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും നിലപാട്, അതിലൊരു വലിയ വിഭാഗം തന്നെ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് കനത്ത ഒരു തിരിച്ചടിയായി മാറുകയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയുടെയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാതെ തന്നെ വസുന്ധരയുടെ വിശ്വസ്ത എം.എൽ.എമാർ, എന്നാൽ അവർ വിവിധ വേദികളിൽ ഇത്തരം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ തീരുമാനങ്ങളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കുന്നു എന്ന പരാതിയും പാർട്ടിയിലെ അധികാര ഘടന പൂർണ്ണമായും മാറിയെന്ന ആരോപണവും ഇവർ തുറന്നു പറയുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണിപ്പോൾ. വസുന്ധരയ്ക്കൊപ്പം നിൽക്കുന്ന എം.എൽ.എമാരുടെ എണ്ണം ചെറുതല്ല എന്നതാണ് ബി.ജെ.പിയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. രാജസ്ഥാനിലെ നിരവധി മണ്ഡലങ്ങളിൽ ജയിച്ചവർ, അത് വസുന്ധരയുടെ വ്യക്തിപരമായ സ്വാധീനത്തിലൂടെയാണ് അവർ നിയമസഭയിലെത്തിയത്. ഇത്തരം നേതാക്കൾ ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ വളരെ സജീവമായി നിൽക്കാത്തതും അത് സർക്കാരിനെ പുറത്തു നിന്നും വിട്ടുനിൽക്കുക ചെയ്യുന്നതും ഒക്കെ ബി.ജെ.പിക്ക് തലവേദനയാണ്. കോൺഗ്രസ് വിമർശനങ്ങളിൽ പോലും മൗനം പാലിക്കുക, ഇതെല്ലാം ഒരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വസുന്ധരയ്ക്ക് നേരെയുള്ള അവഗണന അത് അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല. കോൺഗ്രസിന് ഈ സാഹചര്യം ഒരു രാഷ്ട്രീയ സുവർണാവസരമാണ്. ബി.ജെ.പി സ്വന്തം നേതാക്കളെയും എം.എൽ.എമാരെയും ഒരുമിപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രചരണം അത് കോൺഗ്രസ് ശക്തമായി തന്നെ രാജസ്ഥാനിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വസുന്ധര രാജയും അവരോടൊപ്പം നിൽക്കുന്ന എം.എൽ.എമാരും കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി കടന്നു വരുമോ എന്നതിലുപരി അവർ ബി.ജെ.പിക്കുള്ളിൽ തന്നെ തുടർന്നുകൊണ്ട് സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട് മാറ്റമാണ് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറുന്നത്. നിയമസഭയിൽ പോലും സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിക്കാതെ മാറി നിൽക്കുന്ന എം.എൽ.എമാർ ഭരണകൂടത്തെ ദുർബലമാക്കുന്ന ഒരു സംഭവമാണ്. ഈ മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി വസുന്ധരയ്ക്കുള്ള വ്യക്തിബന്ധവും ചില എം.എൽ.എമാർ കോൺഗ്രസ് നേതാക്കളുമായി തുറന്ന ആ ഒരു ആശയവിനിമയം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും ബി.ജെ.പി ക്യാമ്പിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് പാർട്ടി വിടാനുള്ള മുന്നൊരുക്കമാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന് മുന്നറിയിപ്പായി നടത്തുന്ന സമ്മർദ്ദ രാഷ്ട്രീയം മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്തരം സമ്മർദ്ദ നീക്കങ്ങൾ പലപ്പോഴും വലിയ പാർട്ടി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത്. ബി.ജെ.പി ദേശീയ നേതൃത്വം വസുന്ധരയെ പരിപൂർണമായും ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ തുടർന്നാൽ അവരുടെ പക്ഷത്തുള്ള എം.എൽ.എമാർ തുറന്ന കലാപത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഭയം ദേശീയ നേതൃത്വത്തിന് ശക്തമാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിത്. പ്രത്യേകിച്ചും ചെറിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വസുന്ധര വിഭാഗത്തിൻ്റെ നിലപാട് മാറ്റം ഭരണത്തെയും അതുപോലെ തന്നെ പാർട്ടിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിന് ഇത് അധികാരത്തിലേക്കുള്ള വഴിയിൽ വലിയ ഒരു ബൂസ്റ്റായി മാറുമ്പോൾ ബി.ജെ.പിക്ക് ഇത് രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന മാസങ്ങൾ രാജസ്ഥാനിലെ ബി.ജെ.പി കോൺഗ്രസ് ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായും മാറ്റിമറിക്കുമോ എന്നത്
വസുന്ധരയും അവരോടൊപ്പം നിൽക്കുന്ന ഈ MLA മാരും എടുക്കുന്ന ആ ഒരു നിലപാടുകളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്.